നമസ്കാരം. ഷിബിഡിച്ചിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് മലയാളം 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അവസാന യൂണിറ്റിലെ ആദ്യ പാഠത്തിലേക്ക് കടക്കാം. അല്പമല്ല ഭുജിക്കുന്നു എന്നുള്ളതാണ് ആദ്യ പാഠം. അതിൻ്റെ യൂണിറ്റിൻ്റെ പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കൊളാഷാണ്. ഹോട്ടൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഫുഡ് എന്ന് എഴുതിയ മറ്റൊരു ഭാഗം കാണുന്നു. ഫുഡിൻ്റെ ഡെലിവറിക്കായി പോകുന്ന സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഒരു ജീവനക്കാരനെ ഇവിടെ കാണാം. അതോടൊപ്പം വീട്ടിലെ ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്ന രീതി, അടുപ്പിൽ വിറക് വെച്ച് പാചകം ചെയ്യുന്ന രീതിയും ഉറിയിൽ തൈരൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ണാടി ചില്ല് അലമാരയിലെ ഹോട്ടലിൽ പണ്ടത്തെ ചായക്കടയിലെ പലഹാരങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞാണ് എരുതിയിൽ കറങ്ങുന്ന ഒരു ചിക്കൻ്റെ ചിത്രവും കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ മാറി വരുന്ന രുചി രീതികളെക്കുറിച്ചും മലയാളിയുടെ മാറി വരുന്ന ഭക്ഷണ രീതികളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ഇതിലെ കുഞ്ചതമ്പിയാരുടെ പഞ്ചോന്തരോപാഖ്യാനം തുള്ളലിലെ ഒരു ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ നോട്ട് ഇതിൻ്റെ ഒപ്പം ചേർക്കാം. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴ കായും നല്ല വണ്ണൻ പഴം, അതായത് നമ്മുടെ മലയാളിയുടെ ആഹാര രീതിയാണ് അതിനകത്ത് വരുന്നത്. ചോറുണ്ട്, അതിലൊരൽപ്പം നെയ്യ്, പിന്നെ നല്ല നേന്ത്രപ്പഴത്തിൻ്റെ കായുണ്ട്, നല്ല വണ്ണൻ പഴം, കണ്ണൻ പഴം, കാളിപ്പഴം, പഞ്ചാരഗുളം, തേന്, പപ്പടങ്ങൾ, പല കൂട്ടം. അപ്പം നമ്മുടെ ഒരു ആഹാര രീതി, പഴയ രീതി ഉണ്ടല്ലോ, അതിലുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഇഞ്ചി, മാങ്ങ, നല്ല നാരങ്ങക്കറി, സദ്യയുടെ കൂട്ടങ്ങളാണ്. വേപ്പില കെട്ടി, പരിപ്പും പച്ചടി ചാറും, കരിമ്പിൻ നീർ, നല്ല പാലും, തരുമ്പും സംശയമെന്നിയെ വിളങ്ങുന്നു വേണ്ടുവോളം. ഇവിടെ ഒരു സദ്യയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ആ ഒരു സദ്യയുടെ വട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. വറുത്ത ഉപ്പേരിയുണ്ട്, ശർക്കര ഉപ്പേരിയുണ്ട്, നല്ല ചെറു തുമ്പപ്പൂവിനൊപ്പം വെളുത്ത ഉപ്പും വിളമ്പുന്നു. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് തന്നെ തുമ്പപ്പൂ പോലെ വെളുത്ത ഉപ്പും വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാം. എരിശ്ശേരി 4 കൂട്ടം, പ്രഥമനങ്ങ് 5 കൂട്ടം, പുളിശ്ശേരി 2 കൂട്ടം, തൈരും മോരും ഒന്നും വേണ്ട, ആർക്കും കഴിക്കാൻ വേണ്ട. പപ്പടം എന്നും പഴമെന്നും ഗുളമെന്നും, ഗുളം ഉണ്ട ശർക്കരയാണ്, ശർക്കരയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ. പച്ചടി എന്നും പരിപ്പെന്നും ഒക്കെ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരാൻ. അല്പമല്ല മലയാളികൾ ഭുജിക്കുന്നത്, എങ്ങനെ? കഴുത്തോളം പൂർണ്ണമായി. എന്നിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല. ചിലർക്ക് കഴുത്തോളം അല്ലേ കഴിക്കാൻ പറ്റൂ, അവിടം വരെ നിറഞ്ഞാലും തൃപ്തിയില്ല, അടുത്തും വീണ്ടും വേണം എന്ന് പറയുന്നവരാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയുമാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരവും കൂടെ ഇതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.